Good morning. Good morning. Morning, Miss. Good morning. Good morning, Miss. Good morning. Good morning, Miss. Good morning. Ready അല്ലേ? Good morning, Miss. Good morning. Okay അല്ലേ എല്ലാവരും? എല്ലാവരും ആയോ? ഏതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? പ്രസന്റ് ടൈപ്പ് ചെയ്തോ മക്കളെ എല്ലാവരും? ചാറ്റ് ബോക്സിൽ ഒരു പ്രാവശ്യം മാത്രം പ്രസന്റ് ടൈപ്പ് ചെയ്തേ. ഒരു പ്രാവശ്യം മാത്രം മതി കേട്ടോ. Okay, Miss. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു പറഞ്ഞത്? ഏത് ലെസൺ ആണ് എടുത്തത് പറയാമോ? Sixth lesson. പേപ്പർ മെയിൻ കാഗസ് ഹോം അല്ലേ? അത് ഏത് വരെ പറഞ്ഞിട്ടുണ്ട്? ഫസ്റ്റ് പേജ് 29 ആണ് പറഞ്ഞത് അല്ലേ? അതൊരു കുട്ടി പേപ്പർ കീറി അല്ലെ, മഴയത്ത് തോണി ഉണ്ടാക്കി കളിക്കുമ്പോഴേ പേപ്പർ എന്തോ പറഞ്ഞു അല്ലെ, എന്നെ കീറി കളയരുത്, ഞാനില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല, ഞാൻ നിങ്ങളുടെ വീട്ടിൽ എല്ലായിടത്തും കാണാം എന്നെ അല്ലെ, ന്യൂസ് പേപ്പർ ആയിട്ടും കലണ്ടർ ആയിട്ടും പലവിധ ടിഫിൻ ബോക്സിലും ഒക്കെ എന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. റുവൈസേ പേപ്പർ കീറിക്കളയരുതെന്നാ പറഞ്ഞത്. ഇപ്പൊ അനിയനോട് പറയണം, ഈ പാഠം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം നിങ്ങൾ അനാവശ്യമായി പേപ്പർ കീറരുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന് പറഞ്ഞെടുത്താണ് ഞങ്ങൾ നിർത്തിയത് അല്ലേ? മിസ് അതൊന്ന് വായിപ്പിക്കുന്നു പറഞ്ഞു. വായിപ്പിക്കാന്ന് പറഞ്ഞു. സന നോട്ടിന്റെ കാര്യം പിന്നെ അതിനു ശേഷം ചോദിച്ചില്ല അല്ലോ? ഞാൻ എഴുതിയ എല്ലാ ലെസണും കിട്ടിയോ മോളെ? എല്ലാം കിട്ടിയില്ല, ഫസ്റ്റ് കിട്ടിയോ? അതെയോ? എനിക്ക് കിട്ടാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചേക്കണേ. അത് എന്നോട് വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ കിട്ടുള്ളൂ. കാരണം എനിക്ക് പിന്നെ ക്ലാസ് ടൈം ഫുൾ ടൈം ക്ലാസ് ആയതുകൊണ്ട് ഓക്കെ. അപ്പൊ പേജ് നമ്പർ 30 എടുക്ക. പേജ് നമ്പർ 30. എല്ലാരും സ്കൂളിലേക്ക് വരാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കല്ലേന്ന്? വരുന്നില്ല? ഹന്ന വരുന്നുണ്ട്, എഡ്വിൻ, ലക്ഷ്മി വരുന്നുണ്ട്, സായി ഇല്ലേ? സായി വരുന്നില്ല? ആവണി വരുന്നില്ലേ? അല്ലാതെ പിന്നെ അല്ലേ? സനയോ? സനയുടെ അവസ്ഥ എങ്ങനെയാ? വരുന്നുണ്ട്. ഏഞ്ചൽ തീർച്ചയായും വരണം. ഏഞ്ചലിന് എപ്പം നെറ്റ് ഉണ്ടാവില്ല. സ്കൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നില്ലേന്ന് ഞാൻ ചോദിച്ചത്, അഭിപ്രായം ചോദിച്ചത്. അതുലോ വരുന്നുണ്ട്. ഓക്കെ ജോസി. റിസ റെഡിയാണല്ലേ? പേജ് നമ്പർ 30 മിസ് വായിക്കുന്നത് ശ്രദ്ധിക്കണേ, ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കണം. मैं सबके जीवन का एक महत्वपूर्ण हिस्सा हूं. ഞാൻ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു വലിയ ഭാഗമാണ്. ഞാൻ മീൻസ് കാഗസ്, പേപ്പർ എല്ലാവർക്കും ആവശ്യമുണ്ട്. मैं बाजार में अनेक रंगों और आकारों में उपलब्ध हूं. ഞാൻ ടൗണുകളിലെ പല കളേഴ്സിലായിട്ടും പല രൂപത്തിലായിട്ടും എന്നെ കിട്ടും. മേരെ ബിനാ സബി കാം അധൂരേ ഹേ. ഞാനില്ലാതെ ഒരു ജോലിയും പൂർത്തീകരിക്കില്ല. ബച്ചോं के पढ़ाई से लेकर, കുട്ടികളുടെ പഠനം തൊട്ട്, ഓഫീസ്, വ്യാപാർ ആദി സബി കാം
മേരെ ബിന അസംഭവ് ഹേ. കുട്ടികളുടെ പഠനം മുതലേ ഓഫീസ് മറ്റ് വ്യാപാര കച്ചവടങ്ങളിൽ ഒക്കെ എന്നെ ആവശ്യമാണ്. എന്നെ മീൻസ് കാഗസ്, പേപ്പറിന് അല്ലേ? കുട്ടികൾക്ക് പഠിക്കാൻ എല്ലാ പേപ്പേഴ്സ് കയ്യിലുണ്ട് അല്ലെ? നോട്ട്ബുക്ക് ആയിട്ടും ടെക്സ്റ്റ് ബുക്ക് ആയിട്ടും പേപ്പർ ഇല്ലാതെ കുട്ടികളുടെ പഠനമില്ല. ഓഫീസ് വർക്കുകളിലും എന്തുണ്ട്? പേപ്പർ ഉണ്ട് അല്ലെ? മറ്റു കച്ചവടം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ്? പേപ്പർ ആവശ്യമാണ്. बच्चों, क्या तुम्हें पता है कि पुराने जमाने में पढ़ने लिखने के लिए कागज की पुस्तकें और कॉपियां नहीं होती थी. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരുന്നുവോ? പണ്ട് കാലത്ത്, പണ്ട് വളരെ പണ്ട് കാലത്ത് എഴുതുവാനും വായിക്കുവാനും ബുക്കുകളോ നോട്ട്ബുക്കുകളോ ടെക്സ്റ്റ് ബുക്കുകളോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടം മുന്നേ ഉണ്ടായിരുന്നു. ശിഷ്യ ഗുരു സേ മൗഖിക ശിക്ഷ പ്രാപ്ത് കർത്തേ थे. ഒരു അധ്യാപകൻ കുട്ടിയെ എന്ത് ചെയ്യുന്നു? നേരിട്ട് പഠിപ്പിക്കുന്നു. അതായത് ബുക്കൊന്നുമില്ല, നേരിട്ട് പഠിപ്പിക്കുമ്പോൾ തന്നെ അവര് ഗ്രഹിച്ച് പഠിക്കുന്നു. ഗുരുകുല സമ്പ്രദായം പണ്ടത്തെ. മൗഖിക ശിക്ഷ പ്രാപ്ത് കർത്തേ थे और उसे കണ്ടസ്ത് കർത്തേ थे. കണ്ടസ്ത് കാരണം മനഃപ്പാഠമാക്കുക, ബൈഹാർട്ടാക്കി പഠിക്കുക. അതായത് ഗുരു പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ, അധ്യാപകർ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ മനഃപ്പാടാക്കുക. വേറെ രക്ഷയില്ല. ബുക്ക്, ടെക്സ്റ്റ് ബുക്കോ നോട്ട്ബുക്കോ വീട്ടിൽ പോയിട്ട് എഴുതാനോ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ज्ञान का आदान प्रदान एक पीढ़ी से दूसरी पीढ़ी तक मौखिक रूप से होता था. അറിവിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? മൗഖിക. മൗഖിക മീൻസ് പറഞ്ഞുകൊണ്ടുള്ളത്, മൗഖിക ഓറല്. അങ്ങനെ മാത്രമായിരുന്നു ഫസ്റ്റ് പഠനം. ധീരെ ധീരെ മനുഷ്യക്ക് ജ്ഞാൻ കാ വിസ്താർ ഹോതാ ഗയാ. പിന്നീട് മനുഷ്യർക്ക് കുറച്ചും കൂടി കൂടുതൽ അറിവ് നേടണമെന്നായി. और सब कुछ याद रख पाने की संभावना कम होने लगी. അപ്പൊ കുറച്ചുകൂടി പഠിക്കണം എന്നാകുമ്പോ എന്തായി? മനുഷ്യർക്ക് ഓർമ്മിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നു. ഗ്രേസ്, പേജ് നമ്പർ 30. ऐसे में ज्ञान को लिपिबद्ध करने की आवश्यकता महसूस हुई. അന്ന് മുതലാണ്, അതായത് കുറെ ഓർത്തു വെക്കണമല്ലോ എന്ന് തോന്നിയ അന്ന് മുതലാണ് എന്തേത്? എഴുതാനുള്ള ഒരു പ്ലാനിങ്ങിൽ എത്തിയത്. ഋഷിയോं ने उपदेशों एवं साहित्यों को सबसे पहले ഭോജപത്ര पर लिखना आरंभ किया. പണ്ട് കാലത്ത് മഹർഷിമാര്, സന്യാസിമാരൊക്കെ പല മരങ്ങളുടെ ഇലകളിൽ എഴുതാൻ തുടങ്ങി. ഫസ്റ്റ് ഇലകളായിട്ടാണ്, പേപ്പർ ഇലകളായിട്ടാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇലകളിലായിരുന്നു ആദ്യം സന്യാസിമാരെ എഴുതിക്കൊണ്ടിരുന്നത്. എവിടെയാ റുവൈസ് എല്ലാം വാരിക്കെട്ടി പോന്നേ? प्राचीन साहित्य भोजपत्रों और ताड़पत्रों पर लिखा जाता था. एक मेरा प्रथम रूप था. എന്റെ ആദ്യത്തെ രൂപം എന്ന് പറഞ്ഞത് ഏതാണ്? എന്നെ കടലാസായിട്ട് ഫസ്റ്റ് ഉപയോഗിച്ചത് ഏതിലായിരുന്നു? ഇലകളിലായിരുന്നു എന്നെ ആദ്യം, അതായത് എന്നെ ഉപയോഗിച്ചിരുന്നത് ഇലകളിലായിരുന്നു ആദ്യം എഴുതിയിരുന്നത്. ബർസോं पहले चीन में मुझे बनाने के लिए साइलोन ने सबसे पहले रेशम और बांस के टुकड़ों का उपयोग किया. ഫസ്റ്റ് എന്നെ പേപ്പറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? മുളയിൽ നിന്നാണ് എന്നെ ഫസ്റ്റ് നിർമ്മിച്ചത്. रेशम महंगा और बांस बहुत भारी था, इसलिए कुछ समय बाद उन्होंने मेरा निर्माण भांग, शहदूत, पेड़ की चाल तथा अनेक प्रकार के रेशों की मदद से किया. മുള എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് ഉള്ള സാധനം ആയതുകൊണ്ട് അതിൽ നിന്ന് നിർമ്മിക്കുന്നത് വളരെ ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ട് പിന്നീട് മരത്തിന്റെ തൊലി ഉപയോഗിച്ചൊക്കെ, മരത്തിന്റെ തടി ഉപയോഗിച്ചിട്ടൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. മേരാ ഏക് രൂപ് ബഹുത് ചമക്കീല മുലായം ഔർ ചിക്നാ ഥാ. എന്റെ ആ രൂപം എന്ന് പറഞ്ഞ എന്തായിരുന്നു? നല്ല മിന്നിത്തിളങ്ങുന്ന രൂപമായിരുന്നു. ആജ് കൽ, പേജ് നമ്പർ 31, ഫസ്റ്റ് പാരഗ്രാഫ്.
आजकल मुझे चिथड़े, कागज की रद्दी, बाम, स्प्रूस और चीड़ जैसे पेड़ों की लकड़ी से बनाया जाता है. മരത്തടി ഉപയോഗിച്ചും മുള ഉപയോഗിച്ചും ഒക്കെ എന്നെ നിർമ്മിച്ചിരുന്നു. ഭാരത് में बांस और सभीगा से बनाया जाता है. ഇന്ത്യയിൽ എന്നെ മുള ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചത്. तुम जानते हो कि मुझे अंग्रेजी में पेपर कहा जाता है. നിങ്ങൾക്കറിയോ എന്നെ ഇംഗ്ലീഷിൽ എന്താ വിളിക്കുന്നത്? പേപ്പർ. എന്നെ എന്താ ഇംഗ്ലീഷിൽ വിളിച്ചിരുന്നത്? പേപ്പർ. पर क्या तुम ये जानते हो कि मेरा ये नाम कैसे पड़ा? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പേപ്പർ എന്നുള്ള വേർഡ് എവിടുന്നാണ് ആദ്യം ഉണ്ടായത്? നിങ്ങൾക്ക് അറിയാമോ? പേപ്പർ എന്നുള്ള വാക്ക് വരാനുള്ള കാരണം എന്താന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ല അല്ലേ? मेरे इस नाम की उत्पत्ति फ्रांसीसी शब्द पेपियर और ग्रीक शब्द पेपायरस से हुई. പേപ്പർ എന്നുള്ള വേർഡ് എവിടുന്ന് ഉണ്ടായത്? അതിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞത് ഫ്രാൻസ് ശബ്ദമായ പെപ്പിയർ എന്ന വേർഡിൽ നിന്നും ഗ്രീക്ക് ശബ്ദമായ പെപ്പൈറസ് എന്ന വേർഡിൽ നിന്നുമാണ് ചുരുങ്ങി എന്റെ പേര് എന്തായി മാറിയത്? പേപ്പർ. PAPER. ഏതൊക്കെ വേർഡിന്? പെപ്പിയറും പെപ്പൈറസും. കണ്ടോ? मिस्र में उगने वाली 4-5 मीटर ऊंची पेपायरस घास के तनों की काटकर उसकी पतली पतली परतें निकाल उन्हें वापस में चिपकाकर पृष्ठ की तरह बना लिया जाता था. എങ്ങനെ പെപ്പൈറസ് ഒരു വൈക്കോല്, പെപ്പൈറസ് എന്ന് പറഞ്ഞ ഒരു വൈക്കോലിൽ നിന്ന് ചെത്തി മിനുക്കിയിട്ടാണ് എന്നെ ആദ്യം നിർമ്മിച്ചിരുന്നത്. ഈ സ്ഥലം ഏക് ലംബി പട്ടി ബൻ ജാതി തി. ഇങ്ങനെയാണ് इस तरह एक लंबी पटी बन जाती थी. വെളുത്ത ബാൻഡേജ് ഇല്ലേ, ബാൻഡേജ് നമ്മൾ കെട്ടാൻ ഉപയോഗിക്കുന്ന വെളുത്ത ബാൻഡേജ് ഇല്ലേ, ബാൻഡേജ് ഒക്കെ നിർമ്മിച്ചത് ഇങ്ങനെയായിരുന്നു. ഈ ലംബി പട്ടിയോ കോ പെപ്പൈറസ് കഹാ ജാതാ था. ഈ നീളമുള്ള ഈ ബാൻഡേജിനൊക്കെ എന്താ വിളിച്ചിരുന്നത്? പെപ്പൈറസ്. ഇസി കാരൺ മുझे പേപ്പർ കഹാ ജാനെ ലഗാ. അതിനുശേഷമാണ് എന്റെ പേര് പെപ്പൈറസ് എന്നുള്ളതിനെ ചുരുക്കി എന്റെ പേര് എന്തായി മാറിയത്? പേപ്പർ. तुम जैसे बच्चे मुझसे नाव पतंग जहाज आदि खिलौने बनाकर खेलते हैं. നിങ്ങളാണെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ കുട്ടികളെ എന്നെ തോണിയും പട്ടവും ബോട്ട് കപ്പലും ഒക്കെ നിർമ്മിച്ച് കളിക്കുന്നു അല്ലേ? കളിപ്പാട്ടമായിട്ട് നിർമ്മിക്കുന്നു. मुझे भी उनके साथ मस्ती करना अच्छा लगता है. എനിക്കും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങൾ അങ്ങനെ കളിക്കുമ്പോൾ. പക്ഷേ मैं तो बस इतना ही चाहता हूं कि सब मेरा सही ढंग से उपयोग करें. നിങ്ങൾ അങ്ങനെ കളിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുമെങ്കിലും എന്റെ ആഗ്രഹം എന്താണ്? നിങ്ങൾ ഈ പേപ്പറിനെ എന്നെ നല്ല രീതിയിൽ, നേരാം വിധത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണം എന്നാണ് എന്റെ ആഗ്രഹം. എന്നെ വെറുതെ നശിപ്പിക്കരുത്. കേട്ടല്ലോ? മേരാ ദുരുപയോഗം നാ കരേൻ. എന്നെ ദുരുപയോഗം ചെയ്യരുത്, എന്നെ വെറുതെ കീറി കളയരുത്. മേരി കഹാനി സുനനെ കെ ബാദ് ആപ് സബ് മേരാ സദുപയോഗ കരേൻ. മേം കേവൽ യഹി ചാഹതാ ഹൂം. ഞാൻ എന്റെ കഥ പറഞ്ഞു തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങളോട്? എന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ ഉടനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കും, എന്നെ ദുരുപയോഗം ചെയ്യില്ല, എന്നെ മനസ്സിലാക്കി എടുക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോട് എന്റെ കഥ പറഞ്ഞത്. ലക്ഷ്മി, മാധവൻ और രാഘവൻ ने सिर हिलाते हुए कहा. അപ്പൊ ലക്ഷ്മിയും മാധവനും രാഘവനും 3 കുട്ടികളാണല്ലേ പേപ്പർ കീറി കളിക്കുമ്പോ പേപ്പർ കഥ പറഞ്ഞത്. റുവൈസേ അതവിടെ വെച്ചേക്ക്, അത് പിന്നീട് അതങ്ങോട്ട് മാറ്റി വെക്ക്. അപ്പൊ ഈ 3 കുട്ടികൾ എന്ത് ചെയ്തു? തല അനങ്ങിക്കൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? കാഗസ് അല്ലയോ പേപ്പർ, തും ഉദാസ് മത് ഹോ. നീ വിഷമിക്കേണ്ട. अब हम खेलने के लिए नए कागज की अपेक्षा पुराने कागज अथवा अखबार का ही प्रयोग करेंगे. ഇനി ഇന്നു മുതൽ ഞങ്ങള് കളിക്കാൻ വേണ്ടിയിട്ട് പുതിയ പേപ്പർ ഒന്നും, പുതിയ നോട്ട്ബുക്കോ ടെക്സ്റ്റ് ബുക്കിലൊന്നും പേപ്പർ എടുക്കില്ല. പിന്നെയോ പഴകിയ
അഴുക്ക് നിറഞ്ഞ വേസ്റ്റ് ആക്കി കളയുന്ന പേപ്പർ മാത്രമേ ഞങ്ങള് തോണിയാക്കാനും പട്ടമാക്കാനും ഒക്കെ ഉപയോഗിക്കൂ എന്ന് ആ കുട്ടികൾ ആ പേപ്പറിന് വാക്ക് നൽകി. ആ കുട്ടികൾ 3 പേരും വാക്കുകൾ നൽകിയാൽ പോരാ, പിന്നെയോ 6th എല്ലാ കുട്ടികളും ഈ വാക്കുകൾ ഇപ്പൊ ഓർമ്മിക്കുക മാത്രല്ല ഇനി മുതൽ അങ്ങോട്ട് ഇങ്ങനെ തന്നെ ചെയ്യാം. എങ്ങനെ? ആ 3 കുട്ടികൾ എങ്ങനെ ചെയ്യുന്നു പറഞ്ഞു? വേസ്റ്റ് പേപ്പർ മാത്രം തോണിയാക്കാൻ, അല്ലാതെ പുതിയ നോട്ടെന്നോ ടെക്സ്റ്റ് ബുക്കെന്നോ ഒന്നും എന്തില്ല, പേപ്പർ കീറി അനാവശ്യമായിട്ട് കളയില്ല, ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഓക്കെ ആണോ? എഡ്വിൻ ഓക്കെ പറഞ്ഞു. ബാക്കി എല്ലാവരും റെഡി ആണോ? അങ്ങനെ ഇനി ആരെങ്കിലും അനാവശ്യമായിട്ട് നോട്ട്ബുക്കിൽ നിന്ന് പേപ്പർ കീറി എടുക്കോ? സായി കൃഷ്ണ ആരോടാ പറയുന്നേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുക കേട്ടോ. പേപ്പറോ ടെക്സ്റ്റ് ബുക്കിലെ പേപ്പറോ ഒന്നും കീറി കളയരുത്. അപ്പൊ ആ പാഠഭാഗം മനസ്സിലായോ? ലെസൺ മനസ്സിലായോ? ഓക്കെ. ലക്ഷ്മിപ്രിയരെ അനിത്യക്കും മനസ്സിലായോ? അവണി ക്ലിയർ ആയില്ലേ? അവണി നടന്ന് റോഡിലെത്തിയോ? എയ്ബൽ മുഹമ്മദ് കെ റിഹാൻ, വീഡിയോ ഓഫ് ചെയ്യാൻ ഞാൻ സമ്മതം തന്നില്ലല്ലോ. വീഡിയോ നിർബന്ധമായിട്ട് ഓൺ ആക്കിയിരിക്കണം. നിങ്ങൾ അവിടെ ഓഫ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അപ്പൊ അതില് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട വർക്ക് എന്താണ്? വേർഡ് മീനിങ്ങും സമാനാർത്ഥി ശബ്ദം മുഹാവര. പേജ് നമ്പർ 32 വേർഡ് മീനിങ് സമാനാർത്ഥി ശബ്ദ മുഹാവര. ആ വേർഡ് മീനിങ് ഒന്ന് വായിച്ചു കൊടുത്തേ ഹന്ന. शब्दार्थ आगन कोर्टयार्ड पन्ने पेपर्स बेर हमी mercilessly दुरुपयोग misuse उपलब्ध available मौखिक oral कंडस memorized भोजपत ब्रिज बार्क जाल बार्क चिकड़े लिंड राग्स. समानार्थी शब्द नाव नौका नैया बारिश बरसात वर्ष कहानी कथा गल्प मुहम मुगर जहेरा मनुष्य मानव मनोज दुकड़ा गेंट बाग मुहावरे मुहदाज्ञा दूसरों पर निर्भर होना. നോക്കുക മതി. ഓക്കെ. വേർഡ് മീനിങ് നോട്ട്ബുക്കിലേക്ക് ഒരു തവണ വായിച്ചത് ഞാൻ വായിപ്പിച്ചിപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന കരുതുന്നു. വേർഡ് മീനിങ് നോട്ട്ബുക്കിലേക്ക് എഴുതണം. പിന്നെ നെക്സ്റ്റ് സമാനാർത്ഥി ശബ്ദമാണ്. സമാനാർത്ഥി ശബ്ദം എന്ന പര്യായ പദം. ഫസ്റ്റ് വേർഡ് എന്താണ്? നാവ്. നാവ് എന്ന ബോട്ട്. നൗക നയ്യ. ബോട്ടിന് എന്തൊക്കെ മീനിങ് പറയാ? നൗക നയ്യ. ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴയാണ്. വർഷം എന്ന് പറയുന്നത് ഹന്ന അതിനിടക്ക് വർഷം എന്നാണ് വായിച്ചത്. വർഷ. വർഷം എന്ന് പറഞ്ഞാൽ ഇയർ ആണ്. വർഷ എന്ന് വേണം. ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ. ബർസാത്ത് വർഷ. കഹാനി പറഞ്ഞാല് സ്റ്റോറി, കഥ. കഥ ഗൽപ്പ്. നെക്സ്റ്റ് മുഹ്. മുഹ് എന്ന് പറഞ്ഞാല് മുഹ് വായ, മുഖം എന്നർത്ഥം അല്ലെ. മുഖ് ചെഹര. നെക്സ്റ്റ് മനുഷ്യ. മനുഷ്യ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെ. മാനവ് മനുജ്. ടുക്കട എന്ന് പറഞ്ഞാൽ പീസ്, ഒരു പീസ്, ഒരു കഷ്ണം എന്ന് പറഞ്ഞത് ടുക്കട. ഖണ്ഡ് ഭാഗ്. മുഹാവര എന്ന് പറഞ്ഞാൽ മുഹ്താക്കിനെ. മുഹ്താക്കിനെ പറഞ്ഞാൽ ഒരു ഹിന്ദിയിലെ പ്രയോഗമാണ്. അതിന്റെ ശരിയായ അർത്ഥം എന്താണ്? ദൂസരോം പർ നിർഭർ ഹോന. അത്രയുമാണ് നോട്ട്ബുക്കിലേക്ക് എഴുതാനുള്ളത്. ഇന്ന് തന്നെ എഴുതണേ. ഇന്ന് തന്നെ 5 മണി വരെ സമയം തരാം. ഇന്ന് തന്നെ നോട്ട് കംപ്ലീറ്റ് ആക്കണം. എഴുതിയവരൊക്കെ. നെക്സ്റ്റ് ഡിറ്റേഷൻ വേർഡ്. ഏതൊക്കെയാണ് ഡിറ്റേഷൻ വേർഡ്? അത് എഴുതി പഠിക്കുക. സമയം കിട്ടുമ്പോൾ ഒക്കെ ആ വാക്കുകൾ എഴുതി പഠിക്കുക. ദുരുപയോഗ, പത്രികായെ, മഹത്വപൂർണ്ണ, കലണ്ടർ. കോപ്പിയിൽ എഴുതിയാ പോരെ ഡിറ്റേഷൻ വേർഡ്? കോപ്പിയിൽ എഴുതിക്കോ.
कंडस्थ, उत्पत्ति, निर्माण, आविष्कार, भोजपत्र, सदुपयोग. ഇനി ഓറൽ ക്വസ്റ്റ്യൻസ് മിസ് ചോദിക്കാൻ നിങ്ങൾ ആൻസർ പറയണം എല്ലാവരും. ചുട്ടിക്ക് ദിൻ ബച്ചേ ക്യോ ഗുസ്ദേ, എന്തുകൊണ്ടാണ് ലീവുള്ള സമയത്ത് കുട്ടികൾ സന്തോഷിക്കുന്നത്, എല്ലാവർക്കും ഹാപ്പി ആയി തോന്നുന്നത്? പേപ്പർ കീറി പൊതുവെ എന്താണ് അല്ലേ? ഖേലിനെ കേലി, പേപ്പർ തന്നെ കളിക്കണമെന്നില്ല. പന്ത് കളിക്കാറില്ലേ, ക്രിക്കറ്റ് കളിക്കാറില്ലേ? യെസ്. കാഗസ്നെ ബച്ചോം സെ ക്യാ കഹാ, എന്താണ് പേപ്പർ ആദ്യം കുട്ടികളോട് പറഞ്ഞത്? രുകോ മുജേയു എന്നെ ദയവായി കീറിക്കളയരുത് അല്ലേ? കാഗസ് സെ കോൺ കോൺ സി ചീസേം ബൻതി ഹെ, നിങ്ങളെ വീട്ടില് പേപ്പറിന് എന്തൊക്കെ സാധനങ്ങളുണ്ട്? എന്തൊക്കെ സാധനങ്ങൾ നിർമ്മിക്കാറുണ്ട് പറഞ്ഞേ? പുസ്തകങ്ങളുണ്ട്, കലണ്ടർ പേപ്പർ കൊണ്ടാണ് അല്ലേ? പത്രികായെ മാസികകള്, അഖ്ബാർ ന്യൂസ് പേപ്പർ, ഡിബ്ബെ പലവിധ ഡബ്ബികള്, അതായത് ഡബ്ബി പറഞ്ഞാൽ മീൻസ് പാത്രങ്ങള്. ബോക്സസ്. നെക്സ്റ്റ്, കാഗസ് കി കഹാനി സുൻകർ ബച്ചോനെ കാഗസ് സെ ക്യാ കഹാ, ഈ പേപ്പറിന്റെ കഥ കേട്ടതിനു ശേഷം കുട്ടികൾ എന്താണ് ആ പേപ്പറിനോട് പറഞ്ഞത്? ഇതല്ല മിസ്, अपेक्षा कागज अथवा अखबार का ही प्रयोग करेंगे. अब हम खेलने के लिए नए कागज की अपेक्षा पुराने कागज अथवा अखबार का ही प्रयोग करेंगे. ഇനി ഇന്നു മുതൽ ഞങ്ങള് സായി കൃഷ്ണൻ അവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ് പറഞ്ഞു ക്ലാസ്സിലെല്ലാം ശ്രദ്ധ. എന്തോ അവിടുന്ന് സംസാരിക്കുന്ന ആരോ പറയുന്നു, അതിന്റെ മറുപടി പറയുന്നു. ആരെന്റെ കൂടെ ഇരിക്കുന്നേ? സായിയുടെ കൂടെ ഒരു മിനിറ്റ്. സായി കൃഷ്ണന്റെ കൂടെ ആരാ ഇരിക്കുന്നേ? അതെന്റെ ഫ്രണ്ട്സ്. അവരെന്താ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് പറ. അവര് ചോദിക്കുന്നതിന് മറുപടി ഇങ്ങനെ പറഞ്ഞോണ്ട് എനിക്ക് ക്ലാസ്സിന് മനസ്സിലാവില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് ആ കുട്ടികളെ ആ കഥ കേട്ടതിന് ശേഷം പേപ്പറിനോട് പറഞ്ഞത്? ഇന്ന് മുതൽ ഞാൻ പുതിയ പേപ്പേഴ്സ് ഒന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല. പിന്നെയോ ഞങ്ങള് ബോട്ടോ അങ്ങനെയൊക്കെ പട്ടമൊക്കെ ആക്കി കളിക്കുന്നത് പഴയ വേസ്റ്റ് പേപ്പർ ഉപയോഗിച്ചിട്ടായിരുന്നു വാക്ക് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് ലിഖിത പ്രശ്നം, നമ്മൾ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആൻസർ ആണ് മിസ് ഇപ്പൊ പറയുന്നത്. അത് അടയാളപ്പെടുത്തിയത് മിസ് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഗ്രൂപ്പിൽ അയക്കും. സന, ക്ലാസ് ഗ്രൂപ്പിൽ ഒന്ന് ചെക്ക് ചെയ്യണേ. ഇപ്പൊ തന്നെ അയക്കും ക്ലാസ് കഴിഞ്ഞ ഉടനെ. അപ്പൊ അത് നോക്കി എഴുതിയെടുക്കാം. സന പുതിയ കുട്ടി, ന്യൂ അഡ്മിഷൻ ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. ബാക്കി എല്ലാവർക്കും പിന്നെ അറിയാലോ, ക്ലാസ് കഴിഞ്ഞ ഉടനെ അയച്ചിരും. റൈറ്റ് ആൻസർ ടു ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻസ്. പ്രശ്നों के उत्तर लिखो. ज्ञान को लिपिबद्ध करने की आवश्यकता कब महसूस हुई? എപ്പോഴാണ് അറിവ് കൂടുതൽ വേണമെന്ന്, കൂടുതൽ അറിവ് നേടണം എന്ന് തോന്നുമ്പോഴേ എന്താണ് എഴുത്തിന്റെ ആവശ്യമുണ്ട്. ലിപിബദ്ധ പറഞ്ഞാൽ എഴുത്ത് മുഖേന ആവശ്യമുണ്ട് എന്ന് തോന്നിയത്. धीरे धीरे मनुष्य के ज्ञान का विस्तार होता गया और सब कुछ याद रख पाने की संभावना कम होने लगी. മെല്ലെ മെല്ലെ മനുഷ്യർക്ക് കൂടുതൽ അറിവ് നേടണമെന്ന് തോന്നി. അപ്പൊ എല്ലാം നമുക്ക് മനപ്പാടാക്കാൻ വേണ്ടി ഗുരുവിന്റെ അടുത്ത് നിന്ന് കേൾക്കുന്നത് മുഴുവനും മനപ്പാടി ആക്കി വെക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതിനുശേഷമാണ് എന്തെങ്കിലും ഒന്ന് എഴുതിയത് ഒന്ന് കിട്ടിയാൽ മതി എന്ന് തോന്നിയത്. മിസ് അടയാളപ്പെടുത്തിയത് മാർക്ക് ചെയ്ത് അയച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മിസ് വായിക്കുന്ന ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലാവുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണേ, മനസ്സിലാവണം. വെറുതെ അവിടെ ഇരുന്നാ പോരാ, ഓരോ ക്വസ്റ്റ്യനും അതിന്റെ മീനിങ്ങും പറഞ്ഞത് എന്താന്ന് മനസ്സിലാക്കണം. सबसे पहले मनुष्यों ने किस पर लिखना प्रारंभ किया? ഏറ്റവും ആദ്യം മനുഷ്യർ ഏതിലാണ് എഴുതിയത്? सबसे पहले भोजपत्र पर लिखना आरंभ किया. भोजपत्र ഒരു പ്രത്യേക തരം മരത്തിന്റെ ഇലയാണ് ഈ ഭോജപത്രം. ആ ഇലയിലാണ് നമ്മുടെ ജാതി മരത്തിന്റെ ഇല കണ്ടിട്ടുണ്ടാ? ജാതി വലിയ ഇല,
അപ്പൊ അത് അങ്ങനെയുള്ള ഇലകളിലായിരുന്നു, അങ്ങനെയുള്ള ഒരു വേറൊരു മരാണ് ഈ ഭോജപത്ര. അതുപോലത്തെ ഒരു പ്രത്യേകതരം മരത്തിന്റെ ഇലയാണ് ഈ ഭോജപത്ര. അതിലായിരുന്നു ഫസ്റ്റ് എഴുതിയിരുന്നത്. चीन में कागज बनाने की शुरुआत कैसे हुई? ചൈനയിൽ പേപ്പർ നിർമ്മാണം തുടക്കം എങ്ങനെയായിരുന്നു? बरसों पहले चीन में मुझे बनाने के लिए साइलून ने सबसे पहले रेशम और बांस के टुकड़ों का उपयोग किया गया. മുള ഉപയോഗിച്ചിട്ടാണ് ആദ്യം എന്നെ നിർമ്മിച്ചത്. ഓർത്ത് कागज को अपनी कहानी बच्चों को क्यों सुनानी पड़ी? എന്തിനാണ് കുട്ടികൾ പേപ്പർ കുട്ടികൾക്ക് തന്റെ കഥ കേൾപ്പിച്ച് നൽകിയത്? പേപ്പർ കീറാണ്ടിരിക്കാൻ. അത് मेरी कहानी सुनने के बाद आप सब मेरा सदुपयोग करें, मैं केवल यही चाहता हूं. പേപ്പർ ആഗ്രഹിക്കുന്നത് എന്താണ്? എന്റെ കഥ കേട്ടതിന് ശേഷം ആരും തന്നെ എന്നെ ദുരുപയോഗം ചെയ്യരുത്, എന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന് കരുതിയിട്ടാണ് കഥ പറഞ്ഞത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, കാഗസ് കാ നാം പേപ്പർ കൈസേ പടാ? എങ്ങനെയാണ് ആ കാഗസിന്റെ ഇംഗ്ലീഷ് മീനിങ്? പേപ്പർ എന്നുള്ള പേര് വന്നത് എവിടുന്നായിരുന്നു? लंबी पट्टियों को पेपायरस कहा जाता था, इसी कारण मुझे पेपर कहा जाने लगा. ले पेपायरस निले വേർഡിൽ നിന്നാണ് പേപ്പർ എന്നുള്ള ശബ്ദം ഉണ്ടായത്. 6th, कागज का सदुपयोग करने के लिए आप क्या कर सकते हैं? നിങ്ങൾ എന്ത് ചെയ്യും? ആ കുട്ടികളെ പോലെ തന്നെ അല്ലേ ലാസ്റ്റ് പറഞ്ഞത്. अब हम खेलने के लिए नए कागज की अपेक्षा പുരാനെ കാഗസ് അഥവാ അക്ബാർ കാഹി പ്രയോഗ കരേങ്കെ. ഇന്ന് മുതൽ ഞങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളോടാണ് ചോദിക്കുന്നത്. ഈ കഥ കേട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? ചെയ്യുന്നതല്ലേ അല്ലേ? എന്ത് ചെയ്യും? പുതിയ പേപ്പർ ഒന്നും കളയാതെ വേസ്റ്റായ പേപ്പർ മാത്രം ഉപയോഗിച്ച് കളിക്കും അല്ലെ, കളിപ്പാട്ടം നിർമ്മിക്കും. അപ്പൊ ആ 6 ക്വസ്റ്റ്യനും അതിന്റെ മീനിങ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? നോ. ദുരുപയോഗം എന്ന് പറഞ്ഞാൽ വെറുതെ അനാവശ്യമായിട്ട് ഉപയോഗിക്കലല്ലേ? ഏത് ദുരുപയോഗം? എഡ്വിൻ എന്തേ? 5ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. 5ാമത്താണോ? കാഗസ് കാ നാം, കാഗസിന്റെ പേര് പേപ്പറിന് എങ്ങനെയാ വന്നത്? പെപ്പായറസ് എന്നുള്ള വേർഡിൽ നിന്നാണ് പേപ്പർ ഉണ്ടാവുന്നത്. സന ക്ലിയർ ആയോ മോളെ? ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്ത് വിചാരിക്കും മിസ്? എന്ത് വിചാരിക്കും ഞാൻ ചോദിച്ചാലൊന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ തന്നെ സംശയം തീർക്കാം. ആ പാഠം നന്നായിട്ട് മനസ്സിലായോ എല്ലാവർക്കും? സനക്ക് ഡൗട്ട് വല്ലതുണ്ടോ? ഇല്ല. ഓക്കെ. ബാക്കിയുള്ളവരോ? സന ന്യൂ അഡ്മിഷൻ ആയതുകൊണ്ടാണ് പ്രത്യേകം ഞാൻ പേരെടുത്ത് വിളിച്ച് ചോദിച്ചത്. ബാക്കിയുള്ളവർക്ക് ഓരോരുത്തർക്കും പറയാം, അഭിപ്രായം പറയാം. മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും? യെസ്. ആവണി ക്ലിയർ ആയോ? ആവണി ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞുതരോ? ഏതാണ്? 4ാമത്തെ ക്വസ്റ്റ്യൻ. കാഗസ് കോ അപ്നി കഹാനി ബച്ചോं को क्यों सुनानी पड़ी? എന്തിനാണ് പേപ്പർ തന്റെ കഥ കുട്ടികൾക്ക് പറഞ്ഞു നൽകിയത്? പേപ്പർ കരുതിയത് എന്റെ കഥ കേട്ടതിന് ശേഷം എന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കും, ദുരുപയോഗം ചെയ്യില്ല എന്ന് കരുതിയിട്ടാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, സഹി ശബ്ദ ചുൻകർ വാക്യ പൂരേ കരോ. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ആൻസർ കറക്റ്റ് വേർഡ് എടുത്തിട്ട് ഫില്ല് ചെയ്യാം. ആസ്മാൻ മേ ചായേ ബാദൽ ദേഖ് ഡാഷ് ഗുസ്ദേ. ബച്ചേൻ അവിടെ ഉണ്ട്, ഒരു ആൻസർ അവിടെ ഉണ്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, രുക്കോ മുझे यूं ഡാഷ് സേ മത് ഫാടോ. ബേർഹമി അവിടെ ചേർക്കേണ്ടത്
ബേർഹമി ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതിയുണ്ട് ബേർഹമി. നെക്സ്റ്റ് മേ സബ്കെ ജീവൻ കാ രണ്ടാമത്തേത് ഇപ്പം പറഞ്ഞേ ബേർഹമി മോനെ. നാലാമത്തെ വീട് ഭോജപത്രം എന്ന് കഴിഞ്ഞിട്ട് ബേർഹമി എന്നുള്ള വീട് ഉണ്ടോ? കണ്ടില്ലേ റിവൈസ്? രംഗവും താടപത്രവും ഭോജപത്രവും ബേർഹമി ബ്രാക്കറ്റ് കണ്ട നാലാമത്തെ വീട്. ആ ഓക്കെ. എന്താണ് റിഹാൻ? എത്രാമത്തെ ക്വസ്റ്റ്യനാ? പേജ് നമ്പർ 33 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ബേർഹമി. തേർഡ് മേ സബ്കെ ജീവൻ കാ ഡേഷ് ഹിസ്സാ ഹൂം. ഞാൻ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മഹത്വപൂർണ്ണ എന്താ അവിടെ ചേർക്കേണ്ടത്? മഹത്വപൂർണ്ണ ഹിസ്സാ ഹൂം. മഹത്വപൂർണ്ണ ആറാമത്തെ വേർഡ്. നെക്സ്റ്റ് രണ്ടെണ്ണം ചേർക്കാനുണ്ടല്ലേ? മേം ബാസാർ മേം അനേക് ഡേഷ്. ഫസ്റ്റ് ഡേഷിലേക്ക് എന്ത് ചേർക്കണം? ടെക്സ്റ്റിലെ വരികളാണ്. അനേക് മീനിങ് പറയാവാ? അനേക് രംഗോം അനേക് രംഗോം ഔർ ആകാരോമേം. ഫസ്റ്റ് വേർഡും ലാസ്റ്റ് വേർഡും. അനേക് രംഗോം ഔർ ആകാരോമേം ഉപലബ്ധുഹും. ഇപ്പൊ എഴുതുന്നില്ല, എഴുതണ്ട, മിസ് അയച്ചുതരും. ഫിഫ്ത്ത് പ്രാചീന സാഹിത്യ ഡേഷ്. പ്രാചീന സാഹിത്യ ഭോജപത്രോം और ताड़पत्रों पर लिखा जाता था. लास्ट ഭോജപത്രവും और താടപത്രവും. നിങ്ങൾക്ക് ഇപ്പൊ എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ എഴുതണ്ട, മിസ് ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ അയച്ചുതരും. അതിനുശേഷം എഴുതിയാൽ മതി. എത്രാമത്തെയാ? മൂന്നാമത്തെ വേർഡും രണ്ടാമത്തെ വേർഡും. भोजपत्रों और ताड़पत्रों. नेक्स्ट उचित विकल्प पर सही का निशान लगाओ. टिक इടുക. കറക്റ്റ് ആൻസറിന് ടിക്ക് ഇടണേ. ബാരിഷ് കാ പാനി കഹാം പർ ഗയാ. എവിടെയാണ് മഴത്തിലെ ആ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്? കുട്ടികൾ കളിക്കാൻ വേണ്ടി പേപ്പർ കീറിയിരുന്ന എവിടെ വെള്ളം കണ്ടിട്ടായിരുന്നു? മുറ്റത്ത് അല്ലേ? ആംഗൻമേ മുറ്റത്ത്. സെക്കൻഡ് ബോക്സിന് ടിക്ക് ഇടുക. ഡരോ മത് ബച്ചോ യഹ് വാക്യ കിസ്നെ കഹാ. പേടിക്കണ്ട മക്കളെ എന്ന് പറഞ്ഞത് ആരായിരുന്നു? കാഗസ്നെ. തേർഡ് കാഗസ്നെ. സൈലുൻ കഹാം കെ രഹ്നെ വാലെ थे. സൈലുൻ നാലാമത്തെ പറയുന്നത്. ടിക്ക് മാർക്ക് ഒന്നാമത്തെ പറയോ? ഒന്നാമത്തെ ആൻസർ രണ്ടാമത്തത് ആംഗൻമേ. രണ്ടാമത്തത് ലാസ്റ്റ് കാഗസ്നെ. തേർഡ് ചീൻ കെ. മിസ്സേ ഫസ്റ്റ് വൺ ഒന്ന് പറയാമോ? ഫോർത്തിലെ ഫസ്റ്റ് വൺ. സെക്കൻഡ് ആംഗൻമേം. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ് കഴിഞ്ഞ ഉടനെ അയച്ചുതരും. നിങ്ങൾ അത് നോക്കി എഴുത്. സെക്കൻഡിലെ ഫോർത്ത് വൺ അല്ല ടിക്ക് മാർക്ക് ചെയ്യാനത്. അതിലെ ഫസ്റ്റ് വൺ ഒന്ന് പറഞ്ഞു തരാമോ? അതല്ലേ പറഞ്ഞത്, സെക്കൻഡ് ആംഗൻമേം. സെക്കൻഡ് ബോക്സിന് ടിക്കട്. അതിനെങ്ങനെയാ ക്വസ്റ്റ്യനും ആൻസർ ഒരു തവണ നോക്കിയാലല്ലേ മനസ്സിലാവില്ലേ? നാലാമത് മൂന്നാമത് ചീൻ കെ. നാലാമത് ഫസ്റ്റ് രേശം और बांस से. രേശം और बांस से. ഇനി പേജ് നമ്പർ 34. शब्दों का शुद्ध रूप में लिखो. മിസ് ഒന്ന് മൊത്തത്തിലൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. ശബ്ദോക്കെ ശുദ്ധ രൂപമേ ലിഖോ എന്ന് പറഞ്ഞാല് തെറ്റാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിന്റെ ശരിയായ വേർഡ് നമ്മൾ ക്ലിയർ ആക്കി എഴുതണം.
महत्वपूर्ण सदुपयोग നിങ്ങൾ ഇപ്പോ എഴുതണ്ട മിസ് എഴുതി അയച്ചെന്ന് നോക്കിയിട്ട് എഴുതുക തെറ്റെഴുതണ്ട सदुपयोग दुरुपयोग शिष्य कागज उपलब्ध അതിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ അത് ശരിയാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് അതുപോലെ വചൻ ബദലോ ചേഞ്ച് ദ ജെൻഡർ ഏകവചനം തന്നിട്ടുണ്ടാവും ബഹുവചനത്തിലേക്ക് മാറ്റി എഴുതണം പത്രിക പത്രികായേ ഇപ്പൊ എഴുതണ്ട चाल चाले काफी काफियाम लकड़ी लकड़ियाम അത് ഇയാം ചേർത്ത് എഴുതുമ്പോ ഹന്നക്കനല്ലേ മുമ്പേ പരീക്ഷയ്ക്ക് ഒന്ന് അമളി വെച്ചത് ഇയാം ചേർത്ത് എഴുതുമ്പോ എപ്പോഴും ഹ്രസ്വമായി വരും അതാ വള്ളി ഇരുന്ന് കോപ്പിയ പി പായന്റെ മുന്നിലാ വരിക ഹ്രസ്വമായിട്ട് ബഹുവനത്തിൽ വരുമ്പോ ഹ്രസ്വം വരും ലക്കടി ലക്കടിയ പുസ്തക പുസ്തകേ നാവ് നാവേ ഏകവചനം തന്നിട്ടുണ്ട് മക്കളെ അത് ബഹുവചനത്തിൽ എഴുതാനാണ് അത് പറഞ്ഞത് നെക്സ്റ്റ് ഉചിത ശബ്ദം ലിഖിക്കർ വാക്യ പൂരേ കരോ ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ ശബ്ദം എടുത്ത് എഴുതാനാണ് പറഞ്ഞത് കാഗസ് സബ്കെ ഘരോ മേം രണ്ടാമത്തെ മേമാണ് അവിടെ ചേർക്കേണ്ടത് പേപ്പർ എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാമത്തെ മേം बच्चे कागज के खिलौने बनाकर खेलते हैं രണ്ടാമത്തെ ഹേ ബच्चे കുട്ടികൾ എന്ന് വന്നതുകൊണ്ട് ഹേ എന്നുള്ളതിന് ഡോട്ട് ഇടും കുത്തിടുക ബഹുവചനം തേർഡ് कागज का आविष्कार चीन डैश हुआ ഫസ്റ്റ് മേ ക്ലാസ് കട്ടാവാറായി മിസ് അതിന് നെക്സ്റ്റ് തന്റെ താഴെ കൊടുക്കുന്ന സെന്റൻസിന്റെ മലയാളം മീനിങ് എഴുതാനാണ് കൊടുത്തിരിക്കുന്നത് മിസ് അത് നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾക്കത് മനസ്സിലാവണം എന്താന്ന് കേട്ടോ തൊട്ട് താഴെ അപ്പിനി മാതൃഭാഷാമ്യ അനുവാദകരോന്ന് കണ്ടോ നാലാമത് പ്രവർത്തനം അത് നിങ്ങൾ ആ സെന്റൻസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യണം എന്നാണ് അതിന്റെ മീനിങ് ഇനി ഉചിത ശബ്ദ ലിഖിക്കർ വാക്യ പൂരേ കരോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നാലാമത്തെ എന്താണ് ഡേഷ് सबके जीवन का महत्वपूर्ण हिस्सा हूं അതിലെ രണ്ടാമത്തെ മേം എന്നാണ് മേം ഞാൻ രണ്ടാമത്തെ മേമാണ് അവിടെ ചേർക്കേണ്ടത് അഞ്ചാമത് കാഗസ് को अंग्रेजी में पेपर कहते हैं है को डॉट ഇടണം അപ്പോൾ രണ്ടാമത്തെ ഹേ कहते हैं ഓക്കേ അപ്പം നെക്സ്റ്റ് ഉള്ളത് മാതൃഭാഷ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാനാണ് ഞാൻ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഫോട്ടോ എടുത്ത് അയച്ചുതരും ഗ്രൂപ്പില് ഇന്ന് 5 മണിക്കുള്ളിൽ എല്ലാവരും എനിക്ക് പേഴ്സണലായിട്ട് അയച്ചുതരിക ഇതുവരെയുള്ള വർക്കുകൾ സ്കൂൾ തുറക്കുമ്പോഴേക്കും ഈ പാഠഭാഗം വരെയുള്ള നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം മേ കാഗസും 6ാമത്തെ ലെസൺ വരെ കംപ്ലീറ്റ് ആയിരിക്കണം ഇവിടെ വന്നിട്ട് ഇനി ഇപ്പൊ പഠിപ്പിക്കുന്നതില് ഫസ്റ്റ് വണ്ണും തേർഡ് വണ്ണും എന്ന് പറഞ്ഞുതരാമോ എഴുതാൻ കിട്ടിയില്ലായിരുന്നത് അത് ഞാൻ ഇപ്പൊ അയച്ചുതരും അപ്പൊ നോക്കിക്കോ ഇപ്പൊ ഗ്രൂപ്പിൽ അയച്ചു തരുന്നു പറഞ്ഞില്ലേ അപ്പൊ എല്ലാരും നോട്ടും ടെക്സ്റ്റും കംപ്ലീറ്റ് ആക്കുക അതിന്റെ കൂടെ കോപ്പി റൈറ്റിംഗിന്റെ പേജും പ്രത്യേകം പറയണ്ടല്ലോ ഓക്കെ അല്ലേ ഈ പാഠഭാഗം ഒരു 3-4 പ്രാവശ്യം വായിക്കണം എല്ലാവരും ഓക്കെ